വീട്ടിലേക്കുള്ള യാത്രയിൽ മീനു നിശബ്ദയായിരുന്നു. ഇടയ്ക്കിടെ ശരത്തും ദേവും അവളെ നോക്കുന്നുണ്ടെങ്കിലും അവൾ എന്തോ ചിന്തയിലായിരുന്നു. എന്തിനാടി പെണ്ണെ ആ പാവം വണ്ടി ഓടാൻ പോയതിന് ഇങ്ങനെ കണ്ണു നിറച്ച് സങ്കടപ്പെടുന്നത്? നോക്കിക്കേ ശരത്തേട്ട, മനുവേട്ടനെ ഉച്ചയ്ക്ക് കാണാൻ പറ്റൂല, അതുകൊണ്ടാണ് ഈ വിഷമം പെണ്ണിന്. മീനുവിന്റെ മുഖത്തെ വിഷമം കണ്ട് അവളുടെ മൂഡ് മാറ്റാൻ എന്ന പോലെ ദേവു ശരത്തിനോട് പറഞ്ഞു. ആണോ മീനൂട്ടി, മനു തിരുവനന്തപുരത്ത് പോയത് കൊണ്ടാണോ മോൾക്ക് വിഷമം? വീട്ടിൽ വരാൻ നിനക്ക് ഇഷ്ടമില്ലായിരുന്നു മോളെ? ശരത്ത് മീനുവിന്റെ കയ്യിൽ പിടിച്ചു ചോദിച്ചു. അയ്യോ, അങ്ങനെയൊന്നുമില്ല ഏട്ടാ, എനിക്കിഷ്ടാ. പിന്നെ ഉണ്ണിയേട്ട ഇല്ലാഞ്ഞിട്ട് ഒരു സങ്കടമുണ്ട്, അത്രേ ഉള്ളൂ. പെട്ടെന്ന് മുഖത്ത് പുഞ്ചിരി നിറച്ച് മീനു പറഞ്ഞു. അപ്പൊ കല്യാണം കഴിഞ്ഞാൽ കെട്ടിയോനെ ഇത്തിരി നേരം പിരിഞ്ഞിരുന്നാലും സങ്കടാവോ മീനുവേ? ഇങ്ങനെയൊക്കെ അവർക്ക് നമ്മളോട് സ്നേഹം തോന്നുമെങ്കിൽ ഒന്ന് കല്യാണം കഴിക്കാമായിരുന്നു. ആലോചനയുടെ ദേവു മീനുവിന്റെ ചെവിയോട് ചേർന്ന് വന്ന് ചോദിച്ചു. അയ്യേ, ഈ പെണ്ണ് പോയെ പോയെ. ചിരിയോടെ മീനു ദേവുവിന്റെ കയ്യിൽ പിച്ചി. നൊന്തു കേട്ടോ മീനു? അത്രയ്ക്കൊന്നും ഇല്ലെന്ന് എനിക്കറിയാം, മനസ്സിലായി അല്ലേ? ദേവു എളിയോടെ ചോദിച്ചു. ഇല്ലെന്നേ, ഒട്ടും മനസ്സിലായില്ല. മീനു കുറുമ്പോടെ ചിരിച്ചു. ആ ചിരി കാണെ ശരത്തിന് അത്ഭുതം തോന്നി. വീട്ടിലുണ്ടായിരുന്ന കാലത്ത് ഒരിക്കലും അവളുടെ ചിരി കണ്ടിട്ടേയില്ല. എപ്പോഴും പേടിയോടെ മുഖം താഴ്ത്തി നടക്കുന്ന ഒരു പെൺകുട്ടി, അതായിരുന്നു മീനാക്ഷി. പക്ഷെ ഇന്നവൾ പൊട്ടിച്ചിരിക്കുന്നു, മുഖത്ത് കുറുമ്പ് നിറയുന്നു. അളിയന്റെ ഒപ്പം അവൾ എന്നും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി ആ കണ്ണുകൾ നിറയാതിരിക്കട്ടെ. അവർക്കൊപ്പം വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ അവൻ ഓർത്തു, ഓ, ഇവളും കൂടെ ഇല്ലാത്ത കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മറത്തേക്ക് കയറുന്ന മീനുവിന്റെ ഒപ്പം ദേവുവിനെ കൂടെ കണ്ടിട്ട് ശാലു അടുത്തിരുന്ന ജലജയോട് അനു കേൾക്കാത്ത ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവരൊന്ന് അമർത്തി മൂളി. ആഹാ, ആരാ ഇത്? മീനു, ദേവു, എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിയോ? ഇരുവരെയും കണ്ട് അനു ആണ് ചോദിച്ചത്. പിന്നെ ഇല്ലാതെ, ഇതുവരെ എഴുതിയതൊക്കെ ഈ മീനു പെണ്ണിന് A+ ഉറപ്പാണ്. എനിക്ക് B+ ഒക്കെ കാണും. ജലജയെ കണ്ട് മീനു ഒന്ന് പതുങ്ങിയെങ്കിൽ ദേവു അനുവിന്റെ അടുത്ത് കിടന്ന കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. മീനു പേടിയോടെ ജലജയുടെയും ശാലുവിന്റെയും മുഖത്തേക്ക് നോക്കിയെങ്കിൽ ശരത്ത് ചുണ്ടിൽ ഊറിക്കൂടിയ ചിരിയോടെ ദേവുവിനെ നോക്കി. അമ്മ. മീനു പായസം ഇളക്കുകയായിരുന്ന തുളസിയെ പിന്നിൽ നിന്ന് പുണർന്നുകൊണ്ട് വിളിച്ചു. വന്നോ അമ്മയുടെ കുഞ്ഞ്? ദേവു വന്നില്ലേ മോളെ? വന്നല്ലോ, അനുചേട്ടനോട് സംസാരിക്കുക. ഇതെന്ത് പായസാണമ്മ? അനുമോന് പരിപ്പ് പായസം വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് അതുണ്ടാക്കിയതാണ്. അപ്പൊ ശാലി ചേച്ചിക്ക് പാൽപായസം വേണ്ടേ? അതുകൊണ്ട്, തുളസി മെല്ലെ പറഞ്ഞു. മനുമോൻ എപ്പോ വരും എന്ന് പറഞ്ഞു മീനൂട്ടി. വൈകിട്ടാകുമെന്ന്. വരും വഴി ഇങ്ങ് വന്നോളാം എന്നാണ് പറഞ്ഞേ. വാടിയ മുഖത്തോടെ പറയുന്ന പെണ്ണിനെ കാണെ തുളസിക്ക് ചിരി വന്നു. മനു അവന്റെ ജോലിയല്ലേ കുഞ്ഞെ ചെയ്യുന്നത്, അതിനമ്മയുടെ മോളെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? മീനുവിന്റെ കവളിൽ തലോടി തുളസി. ഇവിടെ എന്താണ് അമ്മയും മോളും കൂടെ എന്നെ കൂട്ടാതെ? ചോദിച്ചുകൊണ്ട് ദേവു അടുക്കളയിൽ കയറി വന്നു. നിന്നെപ്പറ്റി കുറ്റം പറഞ്ഞതാണ് ഇല്ലേ അമ്മ? ചിരിയോടെ മീനു പറഞ്ഞു. ഓ, എനിക്ക് അങ്ങനെ പറയാനും മാത്രം കുറ്റമുണ്ടോ ആന്റി? ഇവള് ചുമ്മാ പറഞ്ഞതാ മോളെ. തുളസി ദേവുവിനെ നോക്കി പുഞ്ചിരിച്ചു. മീനു, നാരങ്ങ എടുത്ത് പിഴിഞ്ഞുകൊടുത്ത എല്ലാവർക്കും. അടുപ്പിൽ തിളയ്ക്കുന്ന ചിക്കൻ കറിയും മല്ലിയില ഇട്ടുകൊണ്ട് പറഞ്ഞു തുളസി. പിന്നെ മീനു ദേവും കൂടെ നാരങ്ങ കലക്കി ഹാളിൽ ഇരുന്നവർക്ക് കൊടുത്തു. അങ്കിൾ എന്താ ഇങ്ങോട്ട് വന്നിരുന്നത്? അവിടെ മരുമകന്റെ കൂടെ ഇരുന്ന് വർത്തമാനം പറയാതെ. ശിവൻകുട്ടിക്ക് നാരങ്ങ വെള്ളം കൊടുത്തിട്ട് ദേവു അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതൊന്നും ഇല്ല മോളെ, ഞാൻ വെറുതെ ഇങ്ങോട്ടിരുന്നതാണ്. അയാൾ ദേവുവിനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അകത്തേക്ക് പോവാണ് അങ്കിൾ. അയാളൊന്ന് മൂളി. ഓ, നിനക്ക് നാണോ ഇല്ലേ പെണ്ണെ ഇങ്ങനെ വല്ലവരുടെയും വീട്ടിൽ കയറി ഇറങ്ങാൻ? ജലജ മുഖം കറുപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്ന ദേവുവിനോട് ചോദിച്ചു. ഒട്ടുമില്ല എന്റെ അമ്മച്ചിയെ, ഞാനേ എന്റെ നാത്തൂന്റെ വീട്ടിൽ അവളുടെ അമ്മ വീട്ടുകാർ കൊടുത്ത പണത്തിന് വാങ്ങിയ വീട്ടിൽ വന്നതാണ്. അല്ലാതെ ആരുടെയും കയ്യിൽ നിന്നും ഒന്നും പിടിച്ചു പറിക്കാനോ ആരെയും പറ്റിക്കാനോ വന്നിട്ടില്ല കേട്ടോ, ദേവു പുച്ഛച്ചിരിയോടെ പറഞ്ഞു. ഞങ്ങൾ ആരിൽ നിന്നും ഒന്നും പിടിച്ചു പറിച്ചിട്ടില്ല. എന്റെ അച്ഛൻ അധ്വാനിച്ചു കൊണ്ട് വരുന്ന വച്ചാണ് ഞങ്ങൾ കഴിയുന്നത്. നീയല്ലേ ഞങ്ങൾ ആരും വിളിക്കാതെ ഇങ്ങോട്ട് കയറി വന്നത്, നാണം കെട്ടവൾ. ശാലു പുറത്തിരിക്കുന്ന അനു കേൾക്കാതെ ഇരിക്കാൻ ശബ്ദം കുറച്ച് പല്ലുകൾ കടിച്ചു പറഞ്ഞു. പിന്നെ ഒന്ന് പോയടി, എന്റെ മീനുവിന് അവകാശപ്പെട്ട സ്വത്തും കൊണ്ട് കെട്ടിപ്പോയി നികളിക്കുന്ന നീയാണോടി എന്നോട് പറയാൻ വരുന്നത്? അതിനുള്ള എന്ത് യോഗ്യതയുണ്ട് നിനക്ക്? എന്നിട്ട് അവളുടെ അപ്പ അധ്വാനിച്ചതെന്ന്. പോരിനുള്ള തയ്യാറെടുപ്പ് പോലെ ദേവു നിന്നു. ശാലു എന്ത് പറയണമെന്നറിയാതെ പകച്ചു അവളെ നോക്കി. എന്തേ, മറുപടിയൊന്നും പറയില്ലേ ജലജയുടെ കൊച്ചുമോളെ? നീയൊക്കെ പറയുന്നതും കേട്ട് കണ്ണം നിറച്ച് മിണ്ടാതെ പോകാൻ ഇത് മീനുമല്ല ദേവുവാണ്, അത് മറക്കരുത് എന്നോട് കൊമ്പ് കോർക്കാൻ വരുമ്പോൾ. ദേവു, എന്താടി, എന്താ? മീനു ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. വിടടി എന്നെ, പറയേണ്ടത് പറഞ്ഞിട്ട് ദേവു വരും. ഇവളെപ്പോലെയാണ് എല്ലാവരും എന്നാണ് ഇവളുടെ വിചാരം. ആ ചിന്ത അത്ര നല്ലതല്ലല്ലോ. ദേവു, മിണ്ടാതെ നില്ലടി, വെറുതെ വഴക്കിടല്ലേ, ആ ചേട്ടൻ കേൾക്കും. മീനു പേടിയോടെ ദേവുവിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. ആ ചേട്ടൻ കേട്ട എനിക്കൊരു കുഴപ്പമില്ല. ഇനി അതുള്ളവർ നാവടക്കി മിണ്ടാതിരിക്കണം. ദേവു പകയോടെ ശാലുവിനെ നോക്കി. 1 കോഴിയെ പോലെ നിന്നു. എന്താ ഇവിടെ പുറത്ത് ആളിരിക്കുന്ന കണ്ടില്ലേ? എന്തൊരു ബഹളമാണ്? ശാലു, എന്ത് പറയണമെന്നറിയാതെ പകച്ചു അവളെ നോക്കി. ദേവു, നിനക്ക് നാണമില്ലേ? ശാലു, എന്ത് പറയണമെന്നറിയാതെ പകച്ചു അവളെ നോക്കി. ദേവു പകയോടെ ശാലുവിനെ നോക്കി. 1 കോഴിയെ പോലെ നിന്നു. എന്താ ഇവിടെ പുറത്ത് ആളിരിക്കുന്ന കണ്ടില്ലേ? എന്തൊരു ബഹളമാണ്?
ശരത്ത് റൂമിനുള്ളിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് കയറി വന്ന് ചോദിച്ചു. ഏട്ടാ, ദാ ഇവളെന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയോ? ഒക്കെ ഈ മീനു പറഞ്ഞു പറയിപ്പിച്ചതാണ്. എനിക്കൊരു നല്ല ജീവിതം കിട്ടിയതിന്റെ കുശുമ്പാണ് ഇവൾക്ക്. മീനുവിന്റെ നേരെ തിരിഞ്ഞു ശാലു ഉടൻ. ഞാൻ എന്താ ചെയ്തേ? മീനു ഞെട്ടലോടെ ശാലുവിനെയും ശരത്തിനെയും നോക്കി. പിന്നെ നിനക്ക് കുശുമ്പാണ്. നിന്റെ ഓട്ടോക്കാരന് ഒരു ദിവസം പോകാൻ പറ്റിയില്ല എങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും. ഇവിടെ വന്ന് അനുവേട്ടനെ കണ്ടപ്പോ മുതൽ തുടങ്ങിയ കുശുമ്പാണ് ഇവൾക്ക്. മീനുവിനെ നോക്കി ശാലു പറഞ്ഞു. നിർത്തിക്കോ ചേച്ചി, ഇന്ന് വരെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടു നിന്നിട്ടേ ഉള്ളൂ. പക്ഷെ എന്റെ ഉണ്ണിയേട്ടനെ പറഞ്ഞാൽ ചേച്ചിയാണെന്ന് ഞാൻ നോക്കൂല. പിന്നെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, എന്റെ ഉണ്ണിയേട്ടൻ ഓട്ടോക്കാരനാണ്. അത് പറയാൻ എനിക്ക് ഒരു നാണക്കേടുമില്ല. ആ ഓട്ടോ ഓടിക്കിട്ടിയ കാശ് കൊണ്ടാണ് എനിക്ക് ആവശ്യമുള്ളതൊക്കെ തന്ന് എന്നെ കൊണ്ടുപോയതും ഇപ്പോഴും പൊന്നുപോലെ നോക്കുന്നത്. അല്ലാതെ ഇവിടെ നിന്റെ ഉണ്ണിയേട്ടൻ ഒരു മൊട്ടുസൂചി പോലും ആരും നിന്നും കൈപ്പറ്റിയിട്ടില്ല. ഉണ്ടെങ്കിൽ പറയ്. മീനു കിതച്ചുകൊണ്ട് ബാധ കയറിയതുപോലെ അലറി. ഇവൾക്ക് ഭ്രാന്താണ് മോനെ, പിടിച്ചോണ്ട് പോയതിന്. അവളൊരു ഉണ്ണിക്കുട്ടൻ, അവനങ്ങ് ചത്തുപോയാൽ നീ എന്ത് ചെയ്യുമടി പിഴച്ചുണ്ടായവളെ? നിർത്തിക്കോ. എന്റെ ഉണ്ണിയേട്ടനെ പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് സ്ത്രീയെ? ഇനി ഒരിക്കൽ കൂടെ നിങ്ങൾ എന്റെ ഏട്ടനെ പറഞ്ഞ ആരാണ് എന്താണെന്ന് ഞാൻ നോക്കൂല. മുഖം അടിച്ച് പൊളിക്കുന്നേ. ജലജയുടെ നേരെ കൈ ചൂണ്ടി ചീറിക്കൊണ്ട് അലറി അവൾ. അവളുടെ ആ ഭാവം കാണെ ജലജ പാഞ്ഞു വന്ന് മീനുവിനെ പിന്നിലേക്ക് ആഞ്ഞു തള്ളി. പിന്നിൽ കിടന്ന മേശയിൽ തലയിടിച്ച് മലർന്ന് വീണുപോയി അവൾ. മീനു മോളെ, എന്താ കുഞ്ഞ് ഇവിടെ? തുളസി ഓടി എത്തുമ്പോഴേക്കും ശരത്തും ദേവും ചേർന്ന് അവളെ താങ്ങി പിടിച്ച് പുറത്തു കൊണ്ടുവന്നു. ഒച്ചപ്പാടും തുളസിയുടെ കരച്ചിലും കേട്ട് മുറ്റത്ത് നിന്ന് സംസാരിക്കുകയായിരുന്ന ശിവൻകുട്ടിയെ അനു ഓടി അകത്തേക്ക് വന്നു. എന്താ ശരത്തെ, കൊച്ചിന് എന്ത് പറ്റിയതാണ്? അനു ഓടി അകത്തേക്ക് കയറി ചോദിച്ചു. എന്റെ മോള് വീണു മോനെ, ഒന്ന് ആശുപത്രി കൊണ്ടുപോണം. കരച്ചിലടക്കി തുളസി പിൻതല മുറിഞ്ഞ് കുഴഞ്ഞു കിടക്കുന്ന മീനുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെന്താ, വാ ശരത്തെ, കൊച്ചിനെ പിടിക്കേ. പറഞ്ഞു തീരും മുമ്പ് അനു കാറിന്റെ കീയുമായി പുറത്തേക്ക് ഓടി കാർ എടുത്തു. മീനുവിനെ കോരിയെടുത്ത് പിൻസീറ്റിൽ കിടത്തി ശരത്ത്. പിന്നെ പെട്ടെന്ന് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. മീനുവിന്റെ കൂടെ ദേവും തുളസിയും കയറി. ഉടൻ അനു കാർ ഹോസ്പിറ്റലിലേക്ക് പായിച്ചു. അപ്പോഴേക്കും ദേവ് തോർത്തുകൊണ്ട് മീനുവിന്റെ മുറിവ് പൊതിഞ്ഞു പിടിച്ചിരുന്നു. ഒപ്പം വിങ്ങി കരഞ്ഞുപോയി അവൾ. താൻ കാരണമാണല്ലോ ഇന്ന് വഴക്ക് വലുതായതെന്ന ചിന്തയിൽ. എന്തുപറ്റി മനു? പെട്ടെന്നാകെ വിയർത്ത് വല്ലാതെ ആയല്ലോ. കാർ ഒതുക്കി നിർത്തിക്കേ, വെള്ളം എന്തേലും കുടിച്ചിട്ട് പോകാം. പിന്നിലിരുന്ന വില്ലേജ് ഓഫീസർ വിജയൻ പറഞ്ഞു. ഒന്നുമില്ല സാർ, ഞാനൊരു കോൾ ചെയ്തോട്ടെ. മനു കാർ ഒതുക്കി നിർത്തി തിരിഞ്ഞ് അയാളോട് പറഞ്ഞു. മതി, നീ കോൾ ചെയ്ത് റിലാക്സ് ചെയ്തിട്ട് പോകാം. പറഞ്ഞിട്ട് അയാൾ ഡോർ തുറന്നിറങ്ങി പുറത്തു നിന്നു. മനു ആകട്ടെ മീനുവിനെയും ദേവുവിനെയും വിളിച്ചിട്ട് കോൾ എടുക്കാഞ്ഞിട്ട് ശരത്തിനെ വിളിച്ചു. അവനും കോൾ എടുത്തതേയില്ല. എന്തായി, കിട്ടിയോ? ഫോൺ കട്ട് ചെയ്ത് വല്ലായ്മയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ചാരിയിരുന്നു പോയ മനുവിനോട് അയാൾ തിരക്കി. ഇല്ല സാർ, പോകാം. കുറച്ചു കഴിഞ്ഞ് ഒന്നുകൂടെ വിളിക്കാം. ഒന്നുകൂടെ വിളിച്ചു നോക്കിക്കോ മനു, എന്നിട്ട് ടെൻഷനില്ലാതെ നമുക്ക് പോകാടോ. അയാൾ മനുവിന്റെ മനസ്സറിഞ്ഞതുപോലെ അവന്റെ തോളിൽ തട്ടി. ഞാൻ കുറച്ചു മുമ്പ് വിളിച്ച് സംസാരിച്ചിരുന്നു. പക്ഷെ എന്തോ പെട്ടെന്ന് എന്റെ നെഞ്ചിൽ ഒരു കല്ലെടുത്ത് വെച്ചതുപോലെ ഒരു ഭാരം നിറഞ്ഞുപോയി. അതാ. സാരമില്ല, വിളിച്ചു നോക്ക്. അയാൾ അവന്റെ മുഖത്തേക്ക് അലിവോടെ നോക്കി വീണ്ടും പറഞ്ഞു. നിറഞ്ഞുപോയ കണ്ണുകൾ അയാൾ കാണാതെ ഇരിക്കാൻ കണ്ണുകൾ ചിമ്മി ആ തുള്ളിയെ തെറിപ്പിച്ചുകൊണ്ട് മനു പറഞ്ഞു. പിന്നെ വിറയ്ക്കുന്ന കൈകളോടെ ഫോൺ കയ്യിലെടുത്ത് ഒന്നുകൂടെ കോൾ കൊടുത്തു നോക്കി. രാത്രി പാഞ്ഞു വന്ന ബൈക്ക് മീനുവിന്റെ വീട്ടുമുറ്റത്ത് മുരളിച്ചയോടെ നിർത്തുമ്പോൾ മനുവിന്റെ നെറ്റിയിലും കൈകളിലും കഴുത്തിലുമൊക്കെ ഞരമ്പുകൾ കടുത്ത ശോഭത്തിൽ എന്നവണ്ണം പിടച്ചുകൊണ്ടിരുന്നു. ദേഹമാകെ വിയർപ്പിൽ മുങ്ങിപ്പോയിരുന്നു. പേടിനുള്ളിൽ ഓടിക്കയറിയ മനു ഹാളിലിരുന്ന മാഷിനെയോ കുടുംബത്തെയോ ഒന്നും കണ്ടില്ല. അവൻ വേഗം മീനുവിന്റെ മുറിയിലേക്ക് പാഞ്ഞു ചെന്നു. നിലത്ത് വിരിച്ച പായൽ തുളസിയുടെ മടിയിൽ തലയിൽ ഒരു വലിയ കെട്ടുമായി കിടക്കുന്ന പെണ്ണിനെ നിറഞ്ഞ മിഴിയോടെ നോക്കി നിന്നു അവൻ. പൊടിയെ വിളിച്ചുകൊണ്ട് അവൻ അവൾക്കരികിൽ നിലത്തിരുന്നു. ഉണ്ണിയേട്ടാ. മനുവിന്റെ ആ ഒരൊറ്റ വിളിയിൽ മീനു പിടഞ്ഞെഴുന്നേറ്റു. വിതുമ്പലോടെ വിളിച്ചുകൊണ്ട് അവൾ അവനെ കെട്ടിപ്പിടിച്ചു. ദേവും തുളസിയും സുമയും പതിയെ മുറയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി. പൊടിയെ, എന്താ പറ്റിയേ ഉണ്ണിയേട്ടന്റെ പൊടിക്ക്? പിൻതലയിലെ മുറിവ് പൊതിഞ്ഞു കെട്ടിയിരിക്കുന്നത് പതിയെ തലോടി അവിടെ ചുണ്ടു ചേർത്ത് മനു തിരക്കി. എങ്ങനെയാ പൊടി വീണത്? പറയ്, എങ്ങനെ വീണതാണ്? അവളുടെ മുഖം പിടിച്ചുയർത്തി ആ നിറഞ്ഞു തൂവുന്ന കണ്ണുകളിൽ നോക്കിയ മനു. അത് ഞാൻ പിന്നെ തനിയെ വീണതാണെന്ന് അവന്റെ കണ്ണുകളിൽ നോക്കി കള്ളം പറയാനാകാതെ വിക്കിയവൾ. പിന്നെ ഒന്നും മിണ്ടാതെ മനുവിന്റെ നെഞ്ചിൽ മുഖം അമർത്തിയിരുന്നു. പൊടി. മനു വീണ്ടും വിളിച്ചു. നമുക്ക് വീട്ടിൽ പോകാം ഉണ്ണിയേട്ടാ, ഇവിടെ നിൽക്കണ്ട, വേഗം പോവാം. മനു കാര്യങ്ങൾ അറിഞ്ഞാൽ വഴക്കാകുമെന്ന് പേടിച്ച് അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് മീനു പറഞ്ഞു. ആ നിമിഷം മനു മനസ്സിൽ ഉറപ്പിച്ചു, ഒരിക്കലും മീനു തനിയെ വീണതല്ല എന്ന്. പക്ഷെ അവളായിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറയില്ലെന്ന് അവന് മനസ്സിലായി. ഇനി ഒരു വഴിയേ ഉള്ളൂ, ദേവു. മനസ്സിൽ ഓർത്തുകൊണ്ട് അവൻ മീനുവിനെ നോക്കി. പൊടിയെ, ഉണ്ണേട്ടന്റെ കൊച്ചിവിടെ കിടന്നു. മാഷിനൊക്കെ കണ്ടിട്ട് നമുക്ക് പോവാട്ടോ. അവളുടെ കവളിൽ തലോടി മനു പറഞ്ഞു. പിന്നെ അവളെ ആ പായൽ ചായച്ചു കിടത്തിയിട്ട് പുറത്തേക്കിറങ്ങി വാതിൽ ചേർത്തടച്ചു. മനു വാടാ, ഇത്തിരി ചായ കുടിക്ക്, യാത്ര കഴിഞ്ഞ് വന്നതല്ലേ. മാഷ് മനുവിനെ വിളിച്ചു.
വേണ്ട മാഷെ, എനിക്കൊന്നും വേണ്ട. മനുവിന്റെ ഉറച്ച ശബ്ദവും മുഖത്തെ ദേഷ്യഭാവവും ശാലുവിനെ ജലജയും ഭയപ്പെടുത്തിയെങ്കിലും മീനുമായിട്ടൊന്നും പറയില്ല എന്ന ധൈര്യം ഇരുവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ദേവു അവളോട് തുളസിയാണ് മീനു വീണതാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അതും പേടിക്കണ്ട. മാഷു അനുവും സുമയും ഇല്ലെങ്കിൽ ഒരു കൂസലുമില്ലാതെ മനുവിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാമായിരുന്നു. ദേവു, ഇവിടെ വാ. മനു വിളിക്കുന്നത് കേട്ട് അടുക്കളവാതിക്കൽ തുളസിക്കരികിൽ നിന്ന ദേവു പതിയെ മടിച്ചു മടിച്ച് അവന്റെ അരികിൽ വന്ന് നിന്നു. പറയ്, എന്റെ കൊച്ചിന് എന്താ പറ്റിയത്? നേരത്തെ പറഞ്ഞ കള്ളം പറയാനാണെങ്കിൽ വേണ്ട, അറിയാലോ നിനക്കെന്നെ. അതുകൊണ്ട് സത്യം പറ, എന്താ ഉണ്ടായത്? മനുവിന്റെ ചോദ്യവും വലിഞ്ഞു മുറുകിയ മുഖവും ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയും കാണെ ജലജയും ശാലു പരസ്പരം ഒന്ന് നോക്കി. അനുവേട്ട, എന്നാ നമുക്ക് ഇറങ്ങിയാലോ? നേരെ ഒരുപാടായി. മനുവിനെ സംസാരിക്കാനോ ദേവുവിനോട് എന്തെങ്കിലും ചോദിക്കാനോ ഇട കൊടുക്കാതെ ശാലു അനുവിനോട് ചോദിച്ചു. ആ, പോകാം. അനു ഫോണും പോക്കറ്റിൽ വെച്ച് എഴുന്നേറ്റു. അനന്ത, ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് ചോദിച്ചോട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഇറങ്ങാം. ഞാനും ഇവിടെ ഇറങ്ങും. അനുവിനോട് പറഞ്ഞിട്ട് മനു വീണ്ടും ദേവുവിനെ നോക്കി. അനു തലയാട്ടിക്കൊണ്ട് കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. ഇനി പറഞ്ഞു. മനുവിന്റെ മുഖത്തെ ഭാവം കണ്ട് കാര്യങ്ങൾ പന്തിയല്ല എന്ന് എന്തോ പ്രശ്നമുണ്ടെന്ന് മാഷിനും മനസ്സിലായിരുന്നു. അത് മനുവേട്ട, മീനു. പറഞ്ഞിട്ട് ദേവു കണ്ണു മാത്രം ഉയർത്തി തുളസിയെ നോക്കി. പറഞ്ഞുകൊള്ളാൻ തുളസി കണ്ണു കാണിച്ചു. ദേവു, മനുവിന്റെ ശബ്ദം ഉയർന്നു. അത് മീനുവിനെ ഈ സ്ത്രീ പിടിച്ചു തള്ളിയതാണ്. ഒറ്റ ശ്വാസത്തിൽ ദേവു ജലജയെ ചൂണ്ടി പറഞ്ഞു. എന്തിനാ ഇവർ അങ്ങനെ ചെയ്തത്? ഇത് പ്രതീക്ഷിച്ചു എന്നതുപോലെ മനു തിരക്കി. അത് ഈ ശാലുവും ഞാനും കൂടെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിട്ടു. പിന്നെ ഇന്ന് രാവിലെ സംഭവിച്ചത് മുഴുവൻ ദേവു പറയവേ മാഷും ഭാര്യയും അനുവിനെ തറപ്പിച്ചൊന്ന് നോക്കി. എന്തിനാ നിങ്ങൾ എന്റെ കൊച്ചിനെ നോവിച്ചത്? പറയ്. മുഖമാകെ ചുവന്ന് ഇപ്പോ ജലജയെ കൊല്ലു എന്ന മട്ടിൽ മനു നിന്നു. ഉണ്ണിയേട്ടാ, വിതുമ്പിക്കൊണ്ടുള്ള വിളി കേൾക്കെ മനു ഒന്ന് ഞെട്ടി. ഒന്നും വേണ്ട, ആരോടും വഴക്കിടണ്ട, നമുക്ക് പോവാം. ദേഷ്യത്തെ ചുട്ടുപഴുത്തു നിന്ന മനു പെട്ടെന്ന് മീനുവിന്റെ അരികിൽ വന്ന് അവളെ ചേർത്ത് പിടിച്ചു. പിന്നെ ശാലുവിന്റെ മുന്നിൽ വന്ന് നിന്നു. അവൾ പേടിയോടെ മനുവിനെ നോക്കി. നിന്റെ അച്ചമ്മയ്ക്ക് പകരം നിന്റെ മുഖം അടിച്ചു പൊളിക്കെ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അറിയാലോ, ഒരു തവണ, ഒരേ ഒരു തവണ നിന്നെ ആ ഇത്തിൽക്കണിയെ ഞാൻ വെറുതെ വിടുകയാണ്. ഇനി ഒരിക്കൽ കൂടി നിന്റെ ഈ തള്ളയുടെ കണ്ണുകൾ എന്റെ കൊച്ചിന്റെ മേലെ വീണ് അന്ന് നിന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റും ഈ മനോജ് മഹാദേവൻ. നീ എന്നെ എന്ത് ചെയ്യുമടാ? അവന്റെ ഒരു കൊച്ച്, ഈ പെണ്ണൊന്ന് ചത്തു തുലഞ്ഞ. ജലജ പ്രാഗിക്കൊണ്ട് ചാടി മുന്നിലേക്ക് വന്ന് പറഞ്ഞു തീരും മുമ്പ് മനുവിന്റെ കൈ ഉയർന്നു താണു. മനുവിന്റെ കൈ ശാലുവിന്റെ മുഖത്ത് ആഞ്ഞു പതിഞ്ഞു. അവൾക്ക് കവിൾത്തടം പൊള്ളിയതുപോലെ തോന്നി. ഡാ, ശിവൻകുട്ടി വിളിച്ചുവെങ്കിലും മനുവിന്റെ ഒറ്റ നോട്ടത്തിൽ അയാൾ തറഞ്ഞു നിന്നു. ശാലു കവിളിൽ കൈയും വെച്ച് അനുവിനെ തന്നെ നോക്കി നിന്നു. എങ്കിലും അവൻ അവളുടെ മുഖത്ത് പോലും നോക്കിയില്ല. സോറി മാഷേ, വേണ്ടാന്ന് വെച്ചതാണ് ഞാൻ. എനിക്ക് ഈ ലോകത്ത് എന്റേതെന്ന് പറയാൻ എന്റെ കൊച്ചു മാത്രമേ ഉള്ളൂ. അവളെ വേദനിപ്പിക്കുന്ന ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. അതിപ്പോ മാഷിന് എത്ര പ്രിയപ്പെട്ടവരായാലും. ജലജയെയും ശിവൻകുട്ടിയെയും ശാലുവിനെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് മനു പറഞ്ഞു. പിന്നെ മീനുവിനെ ചേർത്ത് പിടിച്ച് തന്റെ തുളസിക്കരികിലെത്തി. അമ്മ വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം എന്റെ പൊടിയെ. ഞങ്ങൾ ഇറങ്ങുവാണ്. പോകാമോ ദേവു? മനു മീനുവിനെ പൊതിഞ്ഞു പിടിച്ചിറങ്ങുമ്പോൾ ദേവുവിനെ വിളിച്ചു. അളിയ, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് മീനു നിലത്ത് വീണുപോയിരുന്നു. ഇവിടെ ഉള്ളവരൊന്നും മനുഷ്യരല്ലെന്ന് ഒരിക്കൽ കൂടെ തെളിയിച്ചു. ശിവൻകുട്ടിയെ നോക്കിയിട്ട് മനുവിന്റെ കയ്യിൽ മെഡിസിൻ വെച്ചു കൊടുത്തിട്ട് ശരത്ത് പറഞ്ഞു. ഈ മെഡിസിൻ വേണ്ട ശരത്തെ, പോകും വഴി ഞാൻ അവളെ ഹോസ്പിറ്റലിൽ കാണിച്ചോളാം. മനു മീനുവിനെ ചേർത്ത് പിടിച്ച് ആ ദേഹം വിറയ്ക്കുന്നതറിയെ അവന്റെ നെഞ്ചു പിടഞ്ഞു. ഒന്നുമില്ലടാ, ഉണ്ണേട്ടൻ വന്നില്ലേ? ഇനി ഒറ്റയ്ക്ക് എങ്ങോട്ടും വിടില്ല കേട്ടോ. എന്നും കൂടെ ഉണ്ടാവും. ആരും നിൽക്കുന്നത് പോലും ഓർക്കാതെ അവളെ പൊതിഞ്ഞു പിടിച്ച് ആ നെറ്റിയിൽ മുകർന്നു മനു. മനുവേട്ട, ആ ബില്ലടച്ചത് ഞാനാണ്. എന്റെ അനിയത്തിക്കുട്ടിയായിട്ട് മീനുവിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഈ മെഡിസിൻ കൊണ്ട് പോകണം. ശരത്തിന്റെ കയ്യിൽ നിന്നും മെഡിസിൻ കവർ വാങ്ങി മനുവിനെ ഏൽപ്പിച്ചു അനു. മനു, പിള്ളേരെ ഞാൻ കാറിൽ കൊണ്ടുവിടാം. നീ ബൈക്കിൽ വാ. മൂന്നാളും കൂടെ ബൈക്കിൽ പോകണ്ട. മാഷു സുമയെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. വേണ്ട മാഷെ, ഞാൻ കിരണിനെ വിളിച്ചിട്ടുണ്ട്. അവൻ കാറുമായി വരും. ബൈക്ക് നിഖിൽ കൊണ്ടുപോകും. എന്നാൽ അത് മതി. ഇപ്പൊ വേദന ഉണ്ടോ മോളെ? മീനുവിന്റെ കരഞ്ഞു വീർത്ത ചുവന്ന കവിളിൽ തലോടി സുമ. ഇല്ല. പേടിയോടെ മനുവിലേക്ക് പതുങ്ങി മീനു. പോകാട്ടോ, ഇപ്പൊ കിരൺ വരും. ഉണ്ണേട്ടന്റെ പൊടി പേടിക്കണ്ട, നമുക്ക് പോവാം. മുറ്റത്തിറങ്ങി നിന്ന് അവളെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ച് പതിയെ പറഞ്ഞു മനു. മോനെ, ഞാൻ എന്റെ കുഞ്ഞിനെ. തുളസി വിതുമ്പിപ്പോയി. അമ്മ വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. നാളെ എക്സാം ഇല്ലല്ലോ. പിന്നെ ആ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നാളെയാണ്. അതിന് പൊടിയെ ഒന്ന് കൊണ്ടുപോകേണ്ടി വരും. അത് സാരമില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. മനു തുളസിയെ സമാധാനിപ്പിച്ചുവെങ്കിലും അപ്പോഴും അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അമ്മ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? മനു തുളസിയുടെ സങ്കടം കണ്ട് ചോദിച്ചു. ഇന്ന് വരുന്നില്ല മോനെ, ഇന്ന് ഞാൻ ഇവിടെ വേണം. തുളസി മുറുകിയ മുഖത്തോടെ പറഞ്ഞു. അമ്മ, അവരോട് വഴക്കിടല്ലേ. അച്ഛനമ്മയെ അടിക്കും. ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വായോ. മനുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു നിന്നുകൊണ്ട് മീനു തുളസിയോട് പറഞ്ഞു. വേണ്ട മോളെ, അമ്മ ഇവിടെ വേണം. അമ്മയുടെ കുഞ്ഞിനെ മോൻ പൊന്നുപോലെ നോക്കും. കരയാതെ. നീ കരഞ്ഞ നിന്റെ ഉണ്ണിയേട്ടന് സങ്കടം ആവൂലേ?
മീനുവിന്റെ കണ്ണും മുഖവും തുടച്ചു കൊടുത്ത് തുളസി. അപ്പോഴേക്കും നിഖിൽ കാറുമായി വന്നു. നിഖിലിനൊപ്പം വന്ന കിരൺ ഇറങ്ങി വന്ന് ബൈക്ക് എടുത്തു. എടാ ഞാൻ പോട്ടെ, നിങ്ങൾ അങ്ങ് വന്നാൽ മതി. വേഗം പോരാൻ നോക്ക് കൊച്ചിനെയും കൊണ്ട്. മാഷേ പോവാണേ, പിന്നെ കാണാം. മാഷോടും കൂടെ പറഞ്ഞിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് ഓടിച്ചു പോയി അവൻ. പോയിട്ട് വരാം അമ്മ, സങ്കടപ്പെടേണ്ട. ഒരു വീഡിയോ കോൾ വിളിക്കും കേട്ടോ. കണ്ണൊക്കെ നിറഞ്ഞ് വിഷമത്തോടെ നിൽക്കുന്ന തുളസി സമാധാനിപ്പിച്ചു മനു. പോവാം, നീ മുന്നിൽ കയറിക്കോ ദേവു. മനു മീനുവിനെ പതിയെ കാറിന്റെ ഉള്ളിൽ കയറ്റിയിരുത്തി കൂടെ കയറിക്കൊണ്ട് പറഞ്ഞു. ഞാനിപ്പോ വരാം മനുവേട്ടാ, എന്റെ ഒരു സാധനം മീനുവിന്റെ റൂമിലാണ്. ദേവു വീടിനുള്ളിൽ ഓടിക്കയറിക്കൊണ്ട് പറഞ്ഞു. ഡി ചാലുമോളെ, നിന്റെ ആ ബസ്സിലെ കിളിയുടെ കാര്യം പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇതൊന്നും പറയൂലെന്ന് ഞാൻ എന്റെ മീനുവിന് വാക്കു കൊടുത്തു പോയി. അതുകൊണ്ട് പറയാത്തതാണ് എന്നും പറഞ്ഞ് നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കല്ലേ. ആ വിടടി എന്റെ കൈ. ആ അയ്യോ, എന്റെ അച്ഛമ്മയുടെ കൈ വിടടി. ശാലുവിന്റെ ഒച്ചയും ജലജയുടെ കരച്ചിലും കേട്ട് വന്നവർ കണ്ടത് കൈ താങ്ങിപ്പിടിച്ച് കണ്ണീരൊലിപ്പിച്ച് നിൽക്കുന്ന ജലജയാണ്. എന്താ നീ ചെയ്തത്? ശരത്ത് ദേവുവിനെ നോക്കി കണ്ണുരുട്ടി. ഇവരുടെ കൈ ഒന്ന് പിടിച്ചൊടിക്കാൻ നോക്കിയതാണ്. എന്റെ മീനുട്ടിയെ നോവിച്ചിട്ട് അങ്ങ് സുഖിച്ച് ജീവിക്കാന്ന് കരുതിയോ പെണ്ണുപിള്ളെ? എന്റെ മീനു എഴുന്നേറ്റ് വരാതെ ഇരുന്നെങ്കിൽ മനുവേട്ട നിങ്ങൾക്ക് തന്നെ തരുമായിരുന്നു. അതെ ശരത്തേട്ടാ, ആ പെണ്ണുപിള്ളെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി നോക്ക്. ഇല്ലെങ്കിൽ ചിലപ്പോ കൈക്ക് നീര് വെക്കും. കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന ശരത്തിനോട് പറഞ്ഞിട്ട് കൂളായി നടന്നു ചെന്ന് കാറിൽ കയറി ദേവു.